വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചെന്നറിയട്ടെ, വരൂ നമുക്ക് നോക്കാം. ഹലോ, ജാക്ക് ഫണ്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു റിവ്യൂവിനായിട്ട് വന്നിരിക്കുകയാണ്. വേറെ അതുമല്ല, ധ്യാനും പ്രണവും തകർത്താടുന്ന വർഷങ്ങൾക്ക് ശേഷം സിനിമ. കണ്ടോ സിനിമ ഉണ്ടോ? എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവர்கள் തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. എങ്ങനെയുണ്ട് മറ്റേ വർഷങ്ങൾക്ക് ശേഷം സിനിമ? വളരെ ഭംഗിയായിട്ട് എന്തായാലും കഴിവുള്ള പ്രതിഭകൾ തന്നെയാണ് എല്ലാവരും സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് 80 കാലഘട്ടങ്ങളിൽ നിന്നും അങ്ങനെ 90-ലേക്ക് എത്തി നിൽക്കുന്നു. ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് 2024 അവിടെ എത്തുന്നു. സിനിമ വളരെയധികം നന്നായിട്ടുണ്ട്, സൂപ്പറായി എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല കഴിവുള്ള പ്രതിഭകളാണ്. വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അച്ഛന്മാരുടെ മക്കളല്ലേ, ഒരു ആക്ഷൻ സിനിമ അങ്ങനെ ഒരു സംഭവം അതൊരു ഒന്നുമല്ല, ഒരു സ്ലോ മൂവി, ഒരു ഫാമിലി വ്യൂ ആണ് അത്. അതെ, എല്ലാവർക്കും കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് അപ്പോഴേക്കുള്ള ഉത്തരങ്ങൾ ഇടപെടാൻ കൊടുത്തുകൊണ്ടുള്ള മത്സരിച്ച് കൊണ്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫിലിമാണ്. സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫാണ് ഒന്നും കൂടി ബെറ്റർ. പാട്ടും കാര്യങ്ങൾക്ക് നല്ല പാട്ടുകളാണോ? അതോ നല്ല നല്ല പാട്ടുകളാണ്. ഹൃദയത്തിൽ പോലെ ഇടയിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗാനങ്ങളല്ല, മറ്റെല്ലാവരും ഉണ്ട് അഭിനയിക്കുന്നത്. എല്ലാ ആൾക്കാരും ദിനേശ് ശ്രീനിവാസൻ എല്ലാവരും ഒരേ ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിതിൻ പോളി ഉൾപ്പെടെയുള്ള എല്ലാവരും നിതിൻ പോളിനെ ഒന്നും പറയാനില്ല. ഒരു ലക്ഷം ധ്യാൻ ശ്രീനിവാസനെ പറഞ്ഞേ പറ്റുള്ളൂ. ധ്യാനിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ഇത്രയും സിനിമകളിൽ വെച്ച് ഏറ്റവും നല്ല അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത് ധ്യാൻ ഇതിലാണ്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. പ്രണവാണ് മെയിൻ നായിക, അതെല്ലാവരും ആണ്. അതെ, പ്രണവുമാണ് ധ്യാനുമാണ്. രണ്ടുപേർക്ക് ഈക്വലാണ്. രണ്ടുപേരും ആത്മസുഹൃത്തുക്കളാണ്. അവർ രണ്ടുപേരും കോടമ്പക്കത്തിലേക്ക് വണ്ടി വരുന്നു. പിന്നീട് സിനിമയിലേക്ക് വരാൻ വേണ്ടിയുള്ള ത്യാഗങ്ങൾക്ക് ഒരുപാട് സഹിച്ചുകൊണ്ട് രണ്ടുപേരും ഫിലിം എത്തുന്നു. ഒരാൾ ആദ്യം സ്റ്റാറാവുന്നു, വേറൊരാൾ അത് പടം കാണണം. നന്നായിട്ടുണ്ട്. നല്ല സിനിമ, മലയാള സിനിമ വീണ്ടും നമ്മൾക്ക് എന്താ പറയുക, അഭിമാനം. തീർച്ചയായിട്ടും നല്ല സെറ്റപ്പാണ്. ആടുജീവിതം കണ്ട ഞാൻ 3 കണ്ടു. അത് വേറെ സംഭവമാണ്. ഇത് വേറെ ലെവലാണ്. അതിന് നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. അല്ല, അതില് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. എന്തായാലും കണ്ടു നോക്കിയിട്ടാണ് ഇന്റർവ്യൂ സമയത്ത് ഇറങ്ങിയപ്പോ ആവേശം നന്നായിട്ട് വന്നു. രാവിലെ ശരി, നടക്കട്ടെ. ശരി, കണ്ണിൽ സന്തോഷം. ഓക്കെ.